അങ്ങേര് വെള്ളം ഇവിടെ തന്നിട്ട് അങ്ങേര് ഇവിടെ വന്ന് എല്ലാ വീടുകളിലും നമ്മളെ വീടുകളിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനാണ് വെള്ളം ശരിയാക്കി തന്നത്, വോട്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്ന്. ഇവിടെ അടുത്തൊരു കൃഷ്ണൻ കോളനിയുടെ ഫ്ലാറ്റ് ഉണ്ട്, അവിടെ 12 മണിക്ക് വാൾവ് അടച്ചു വെച്ചിട്ടാണ് അവിടെ വെള്ളം കൊടുക്കുന്നത്. എന്നിട്ട് ഈ കൗൺസിലിൻ്റെ ഏരിയയിൽ എല്ലാവർക്കും വെള്ളമുണ്ട്, ഇവിടെ മാത്രമാണ് അങ്ങേര് ഇങ്ങനെ കാണിക്കുന്നത്. നമസ്കാരം. VMTVയുടെ ന്യൂസ് സംഘം ഇപ്പോൾ നിൽക്കുന്നത് ആക്കുളം വാർഡിലെ ചെറുവക്കലിലുള്ള പേപ്പർ മിൽ റോഡിലാണ്. ഒരു വർഷക്കാലമായി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഘം വീട്ടുകാരാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ഇവിടെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ വാർത്താ സംഘം അറിഞ്ഞിരുന്നു. എന്താണ് ശരിക്കും ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നം? ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. വെള്ളം മുടങ്ങിയാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത്. അഥവാ വന്നാലും രാവിലെ വന്ന് തുടങ്ങി ഒരു 10 മണിയാകുമ്പോൾ നിൽക്കും. വൈകിട്ടാണ് വരുന്നതെങ്കിൽ നേരെ വെളുത്ത ഒരു 6-7 മണിയാകുമ്പോൾ വെള്ളം നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും 3 ദിവസമേ വരാറുള്ളൂ. ഈ വരുന്ന സമയത്ത് 3 ദിവസം കഴിഞ്ഞ് വരുന്ന സമയത്തും ഫോഴ്സിന് വരുന്നില്ല. ഞങ്ങളെ ടാങ്കിൽ നിറയാനോ മുകളിൽ കയറാനോ ഉള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാനോട്ടോ വെള്ളം ഞങ്ങൾക്ക് കിട്ടാറില്ല. വീണ്ടും ഞങ്ങൾ ഒരു 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഇപ്പൊ ടാങ്ക് വയ്ക്കാൻ കഴിയുന്നവർ ടാങ്ക് വെച്ചിട്ടുണ്ട്. അല്ലാത്തവർ ഈ മെയിൻ കണക്ഷൻ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് വെള്ളം വലിയ ബുദ്ധിമുട്ടാണ്. അവർ തൊട്ടടുത്ത കിണറുകളിലൊക്കെ പോയാണ് എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ കിണറും ഇവിടെ കുറവാണ്. ഈ 20 വീടുകളിലേക്ക് 2 വീട്ടിൽ മാത്രമേ കിണറുള്ളൂ. അതും ഒരു കിണർ ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് അതിന് വെള്ളം എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും നാളായിട്ട് ഇതിനെതിരെ പരാതികളൊന്നും ഉന്നയിച്ചിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നമുക്ക് ബില്ല് വരാൻ കണക്കില്ല. അത് മാസം തോറും നമുക്ക് ബില്ല് വരുന്നു. 2 മാസത്തേക്ക് ബില്ല് വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് വെള്ളം ലഭിച്ചില്ലെങ്കിലും ബില്ല് വരുന്നുണ്ട്. 500 വെള്ളം ബില്ല് വരണം നമുക്ക്. അതായത് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഓരോരുത്തർക്ക് ടാങ്ക് ഇല്ലാത്തവരും ഉണ്ട്. നമുക്ക് കുറച്ച് പേർക്ക് ടാങ്ക് ഇല്ല, കുറച്ച് പേർക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ ഈ മെയിൻ കണക്ഷൻ വഴിയാണ് നമ്മൾ വെള്ളം കിട്ടേണ്ട കാര്യം നോക്കുന്നത്. എന്നാൽ നമുക്ക് കിണർ അപ്പുറത്തേക്ക് പോകും, കിണറിൽ നിന്ന് ഞങ്ങൾ വെള്ളം കോരി എടുക്കാതെ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പൊ ഈ ബില്ല് കൃത്യമായിട്ട് അടച്ചാലും നിങ്ങൾക്ക് ഈ വെള്ളം ലഭിക്കുന്നില്ല. ബില്ല് അടയ്ക്കുന്ന സമയത്തും ഒന്നും ചോദിക്കാറും പറയാറുന്നില്ലേ? 2-3 പ്രാവശ്യം അവിടെ പരാതി കൊടുത്തായിരുന്നു. പരാതി എഴുതി കൊടുത്തായിരുന്നു. അപ്പൊ നോക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു നടപടിയും കിട്ടിയില്ല. കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഞങ്ങൾ വെള്ളം ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേ 3 ദിവസത്തിന് ശേഷം 2 പേര് വന്ന് നോക്കിയിട്ട് പോയി. അവർ വന്ന് നോക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെയും വെള്ളമില്ല. ഇന്ന് വൈകിട്ടും 2 പേര് വന്നായിരുന്നു. അവര് വന്ന് വരുന്നതിന് ഒരു 5 മിനിറ്റിന് മുന്നേ വെള്ളം വന്നു. അവര് പോയി. ഇനിയിപ്പോ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും പഴയപടിയാണെങ്കിൽ വെള്ളം കാണത്തില്ല. ഇതാണ് നമുക്ക് നടക്കുന്നത്. അവര് പറയുന്നത് ഓരോ സ്ഥലത്ത് വാൽവ് അവർ കട്ട് ചെയ്തതിന് ശേഷമാണ് അടുത്തത്. ഇപ്പൊ പോകുമുട്ടില്ല, വാൽവ് അടച്ചതിന് ശേഷമാണ് ഇവിടെ വെള്ളം വന്നത്. അപ്പൊ ഓരോ സ്ഥലത്ത് വെള്ളം വിടുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്ത് വാൽവ് അടച്ചാണ് പോകുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് കിട്ടുമ്പോ മറ്റൊരു സ്ഥലത്ത് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അല്ലാതെ മറ്റു പണി നടക്കുന്നതുകൊണ്ടോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും അല്ല. അവര് പറയുന്നത് ചോർച്ച എവിടെയെന്ന് ഇതുവരെ അവർ കണ്ടുപിടിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നേരത്തെ മുന്നറിയിപ്പ് നൽകും പത്രത്തിലൂടെ, ഒരു മുന്നറിയിപ്പ് വരെ പിടിച്ചു വെച്ച വെള്ളമാണ് അവർ യൂസ് ചെയ്യുന്നത്. അതൊരു വിഷമമുള്ള കാര്യമാണത്. അപ്പൊ ഇവിടെ വാർഡ് മെമ്പറോ അങ്ങനെയുള്ള ആരുമായിട്ട് കൗൺസിലറുണ്ട്. അപ്പൊ അവരുടെ സമീപനമൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? കാരണം നമുക്ക് തിരക്കിട്ട് പോകും. പിന്നെ പിന്നെ നമ്മളെ അറിയിക്കാനുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവര് പ്രതികരണമൊന്നുമില്ല. ഇതിനിടയ്ക്ക് അവരുടെ ഈ വാർഡ് കൗൺസിലർ വീട്ടിനടുത്ത ഒരു വാൽവ് ഇതിനിടയ്ക്ക് തുറന്നായിരുന്നു. അപ്പോൾ നമുക്ക് 3 ദിവസം തുടരെ വെള്ളം കിട്ടി. പിന്നെ ആ വാൽവ് അടച്ച് നമുക്ക് വെള്ളവും ഇല്ലാതെയായി. ഇപ്പൊ പോങ്ങമുട്ടിലെ വാൽവ് തുറന്ന് അവളെ അടച്ചിട്ട് നമുക്ക് തുറന്ന് വെള്ളം ഇന്ന് വന്നു. അപ്പം സാധാരണക്കാരായ ജനങ്ങളോട് കാട്ടുന്ന ഒരു അനീതിയാണ് നമ്മളോട് കാണിക്കുന്നത്.
കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയാണല്ലേ ഇത്രയും നടപടി. എന്ത് ചെയ്യും? അതെ, അപ്പോൾ നിങ്ങൾക്ക് ടാങ്ക് ഇല്ലാത്തവരുണ്ട്, ടാങ്ക് വീട്ടിൽ വെക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട് ഈ ഏരിയയിൽ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ കണ്ടിന്യൂസ് കുറയുണ്ട്. ഇപ്പൊ ഒരു 5-6 ദിവസമായിട്ട് കണ്ടിന്യൂസ് വെള്ളമില്ല. അപ്പൊ അവരൊക്കെ എവിടെ പോകും വെള്ളത്തിന്? കുട്ടികളുള്ള വീടാണ് എല്ലാം. അപ്പൊ ജോലിക്ക് പോണവരുണ്ട്. അതെ, അപ്പൊ ഇറങ്ങിയാൽ രാത്രി 7 മണി അടുപ്പിച്ചാണ് വരുന്നത്. അപ്പൊ ബാക്കി സമയം ഒന്നിലും വെള്ളം അടുത്ത വീട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ 7 മണി കഴിഞ്ഞിട്ട് അവർക്ക് പോയി എടുക്കാൻ പറ്റും. അത് ആ എടുക്കാൻ പോകുന്ന വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്. അതെ അതെ, തീർച്ചയായും. അല്ലെങ്കിൽ 7 മണിക്ക് മുന്നേ എടുക്കണം. അപ്പൊ ഈ 2 സമയവും ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വീട്ടിൽ പോയി വെള്ളം എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പുറത്തുള്ള 2 കൊച്ചു കുട്ടികളാണ്. ആ കൊച്ചു കുട്ടികൾ 2 പേർക്കും ജോലിക്ക് പോകാനുള്ളവരാണ്. അപ്പൊ വെള്ളം ഇല്ലായിരിക്കുമ്പോൾ അവർ ഓരോ വീടുകളിൽ ചെന്ന് വെള്ളം ഉണ്ടാവുണ്ടെന്ന് ചോദിച്ചാണ് അവരെടുക്കുന്നത്. അപ്പൊ അവരുടെ സമയം, വിലയേറിയ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് നിങ്ങൾ അനുഭവിക്കുന്ന ഇത് വേറൊരു മാധ്യമങ്ങളോ പത്രങ്ങളോ ആരും ഇതുവരെ നമ്മൾ അറിയിച്ചിട്ടില്ലേ? ആദ്യമായിട്ടാണ് VMൽ നമ്മൾ അറിയിച്ചത്. ഇപ്പൊ VMTV ന്യൂസാണ് ആദ്യമായിട്ട് പ്രശ്നം കവർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അടിസ്ഥാന ആവശ്യമല്ലേ? നമുക്കൊരു ജലമില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ പറ്റും. അതെ, അടിസ്ഥാന ആവശ്യമായിട്ടുള്ള അതുപോലും നിങ്ങൾക്ക് ലഭിക്കാതെ വരുന്നു എന്നുള്ളത് തികച്ചും. അപ്പം ഇതിന് നമുക്ക് ഇനി നമ്മുടെ ചാനലിന്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടാകും. നമ്മൾ വേണ്ടപ്പെട്ട അധികൃതരെ അറിയിക്കും. ഉണ്ടാവണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നത്. അതെ, അത് സാധാരണ സിറ്റിക്കുള്ളിലാണെങ്കിൽ അവരെ അറിയിക്കും. 10 ദിവസം പോലും വെള്ളം വരാത്ത ദിവസങ്ങളിലുണ്ട്. 10 ദിവസം വരാതെ ഉണ്ട്. നൂല് പോലെ വന്ന് നിൽക്കും. 10 ദിവസമൊക്കെ നമുക്ക് വെള്ളങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഈ അംഗൻവാടിയുടെ മുന്നിൽ ഒരു വലിയ ടാങ്കില് ഞങ്ങൾ അപ്പുറത്ത് 4 വീടിന് അപ്പുറമുള്ള ഒരു വീട്ടിൽ നിന്ന് പൈപ്പ് മോട്ടർ എടുത്ത് ആ ടാങ്ക് നിറച്ചിട്ടാണ് ഞങ്ങൾ ഈ വീട്ടുകാര് ഞങ്ങൾ എടുത്തത്. ആ 10 ദിവസം ഇല്ലായിരുന്ന സമയത്ത്. അപ്പൊ അത്രയധികം ബുദ്ധിമുട്ടിലാണല്ലേ? ആഹാരം വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പുറം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടാണ് അവർ. കാരണം യൂസ് ചെയ്യാത്ത കിണറായിരുന്നു. അങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വരെയും ചെയ്ത സമയമുണ്ട്. അപ്പോഴും നമുക്ക് ഇതിനൊരു ആരെടുത്തുന്ന ഒരു പ്രതികരണമോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു പറഞ്ഞിട്ടും ഇവിടുത്തെ ഒരു അങ്ങോട്ട് ടാങ്കറിലോട് വരില്ല. അത് വെള്ളം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങോട്ട് 10 വീടുകളിൽ കുടികളുണ്ട്. അത് ആ വീട്ടുകാർക്കാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. വെള്ളം ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. കൗൺസിലറിന്റെ ഒരു പരാജയം തന്നെയാണ്. ഉന്നതർക്ക് വേണ്ടിയിട്ടുള്ള ലഭ്യമാക്കുന്നു, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നു. കൗൺസിലറുടെ വീട്ടിന്റെ ഭാഗത്തൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവിടെ മാത്രം അങ്ങേര് ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് അങ്ങേര് വന്നിട്ട് പറഞ്ഞു ഞാനാണ് വെള്ളം ശരിയാക്കി തന്നത്, എനിക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അപ്പൊ അത് അങ്ങേരെ കഴിവുകേട് തന്നെയാണ്. ഇവിടെ അങ്ങേര് വന്ന് തിരിഞ്ഞു നോക്കൂല. ഒരു കൊല്ലം ഇവിടുത്തെ ജനങ്ങൾ ഇത്ര അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇത് അങ്ങേരെ കഴിവുകേട് തന്നെയാണ്. കൗൺസിലറുടെ കഴിവുകേട് തന്നെയാണ്. നമുക്ക് കൗൺസിലർക്കെതിരെയും ഒരു പരാതി ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും പേരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം, വോട്ടിന് വേണ്ടി മാത്രം വന്ന് കെഞ്ചിയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം ലഭിച്ചിരുന്നു. ഇല്ല, നമ്മൾ പറയുന്ന സമയത്ത് അവർ വരും, കൗൺസിലർ വരും. നമ്മൾ എന്തെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ വരും, വന്ന് നോക്കിയിട്ട് പോകും, പിന്നെ കാണുകയില്ല. ആ ഒരു സമയത്ത് വരില്ല എന്ന് പറയുന്നില്ല, വരും, പക്ഷെ പിന്നെ കാണുകയില്ല. പിന്നെ നമ്മൾ കാണില്ല. ഇവിടെ എനിക്ക് ഇവിടെ ഓടെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പോയ ആളിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. മഴവെള്ളം തങ്ങാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് പോയി ഇലക്ഷൻ സമയത്ത്. ഇന്നുവരെ പിന്നെ കണ്ടിട്ടില്ല. വാക്കാലുള്ള ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ അല്ലേ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറച്ച് വീടുകളുണ്ട്. അദ്ദേഹത്തെ വേണ്ടപ്പെട്ട ആൾക്കാർ അവിടെ വാൽവ് അടച്ചു വെച്ചിട്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മാത്രമേ വെള്ളം ഇല്ലാതെ ഉള്ളൂ. അങ്ങേടുത്ത ഇപ്പം പറഞ്ഞാൽ പറയും നിങ്ങൾ വെള്ളയമ്പലത്തിൽ നിന്ന് പരാതി കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഇവിടെ പോങ്ങുമുട്ടി ചെന്ന് പരാതി കൊടുക്കാൻ പറയും. എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് ഇപ്പം അങ്ങേര് പറഞ്ഞത്.
ഓക്കെ. ഇത് അദ്ദേഹത്തിന്റെ ഒരു അനാസ്ഥയും കഴിവുകേടും തന്നെയാണ്. ഈ ഭാഗത്ത് അങ്ങേര് തിരിഞ്ഞു നോക്കില്ല. കാരണം അദ്ദേഹത്തിന് ബാങ്ക് വോട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങേര് വെള്ളം കൊടുക്കുന്നുള്ളൂ. ഇവിടെ അങ്ങേർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കാണും. വോട്ടിന് മാത്രം വരുന്ന ഇത്തരത്തിലുള്ള ഒരു നേതാക്കന്മാരെ നമ്മൾ നിങ്ങൾക്ക് നേരെ സാധാരണക്കാർക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞപ്പം പറയണത് നിങ്ങൾ വെള്ളയമ്പലത്ത് പരാതി കൊടുക്കുകയും ഇല്ലെങ്കിൽ പോങ്ങുമുട്ടി പരാതി കൊടുക്കുകയും എനിക്ക് അറിഞ്ഞൂടാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ പരാതി നൽകിയിരുന്നോ? നമ്മൾ പോങ്ങുമുട്ടി കൊടുത്തു. ഓക്കെ. എന്നിട്ട് എന്തായിരുന്നു അവരുടെ പ്രതികരണം? അവര് വന്ന് നോക്കാം, അവര് ശരിയാക്കാന്ന് പറയണല്ലാതെ അവരൊന്നും നോക്കൂല. എല്ലാവരും വാക്കാലുള്ള പ്രഹസനം മാത്രമേ ഉണ്ടായിരുന്നു. അവര് വന്ന് ശരിയാക്കും. ഇതിനിടയ്ക്ക് ഇന്നലെ വന്നവർ നോക്കി, മെനിഞ്ഞാന്ന് വന്ന് നോക്കി, വെള്ളം വന്ന് വീണ്ടും ഇന്നലെ പോയി വെള്ളമില്ല. ഇന്ന് രാവിലെ വെള്ളം ഇല്ലായിരുന്നു. അവര് വരുന്ന ഒരു സമയത്ത് മാത്രമേ എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുട്ടികളൊക്കെ ആവശ്യമുള്ള ഇവിടെ വയസ്സായ ആൾക്കാരൊരു ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അവർക്ക് പോലും വെള്ളം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടും ഒരു വെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പരാതിപ്പെടുമ്പോൾ മാത്രം വെള്ളം വന്നിട്ട് കാര്യമായ പോരാ. കിട്ടിക്കൊണ്ടിരുന്ന ഇല്ലാത്തൊരു ഏരിയയായിരുന്നു. ഇപ്പൊ ഈ ഒരു വർഷത്തിനകത്താണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും നടന്നിട്ടില്ല. ചോർച്ച ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിന് തോന്നുന്നത് അന്നേരം അതുകൊണ്ടായിരിക്കും പണി നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇല്ലാന്ന് പറയുമ്പോൾ അത് പത്രത്തിന് ചിലപ്പോൾ വരും. അത് കണ്ടു നമ്മൾ എല്ലാവരും പിടിച്ചു. പിന്നെ അത് ഒരു 10-15 ദിവസം വരെ ഒരേ ഇതിൽ വെള്ളം കാണത്തില്ല. ആ ന്യൂസിന്റെ പിന്നാലെ ഇവിടെ ഈ ഏരിയയിൽ വെള്ളമില്ല. അവര് പത്രത്തിൽ പറയുന്ന ദിവസം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരത്തില്ല. അതെന്താണ് കാരണം? അതാണ് നമുക്കറിയാം. നോക്കിയിട്ട് പോകുന്ന വെള്ളം വരും ബാക്കിൽ നിന്ന്. മിനിഞ്ഞാന്ന് രാത്രി അവര് വന്ന് നോക്കിയിട്ട് പോയി. ഇന്നലെ ഫുൾ ഡേ ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. ഉണ്ടായിരുന്നു. അവര് പോയി കുറച്ച് വെള്ളമില്ല. എന്താണ് വെള്ളം വന്നത്? ഇന്നിപ്പോ വൈകുന്നേരം അവര് തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം വന്നവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ വാൽവ് അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ തുറക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് വെള്ളം വരുമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പോയി വാട്ടർ അതോറിറ്റി അവര് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം വാൽവ് അടയ്ക്കാൻ നിർബന്ധങ്ങൾ അയച്ചിട്ടില്ല. അങ്ങനെ ഒന്നും വിടുന്നില്ല. എന്തോ ചോർച്ച ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്നാണ് അവിടെ ചോർച്ച കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, അത് ശരിയാണ്. ഇത്തരത്തില് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഇവിടുത്തെ രീതിയാണോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ നിങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ തന്നെ വിളിച്ചത്. നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾ അനുഭവിച്ച ദുരിതം അത്രയേറെയാണ് നമുക്ക് ചാനലിന്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് വെള്ളം കുറവുള്ളത്. നമുക്കതിന് സമയമില്ല. ചെറിയ ജോലിക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ഇത് വലിയ ഉദ്യോഗസ്ഥർക്കോ ലോബികൾക്കോ വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ ഞാനിപ്പോ നമുക്കുള്ള ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ ഫ്ലാറ്റ് വന്നിട്ട് കിഷൻ കൊണ്ടപ്പുറം ഫ്ലാറ്റ് ഉണ്ട്. നാട്ടുകാരെല്ലാം കൂടെ ഓട്ടിച്ചാണ്. ഒരു മണിക്ക് അടയ്ക്കുന്നുണ്ട്. വാൾ അടച്ചിട്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാ പയ്യന്മാരും കൂടെ അവിടെ ഓട്ടിച്ചു. ഫ്ലാറ്റുകാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ വെള്ളം കൂടി മുട്ടിച്ച് അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു. കാരണം ഇപ്പം അപ്പുറത്തെ കൗൺസിലർ താമസിക്കുന്ന ആ സൈഡിലാണ്. ആ സൈഡിലുള്ള കുറെ ആൾക്കാർക്ക് വെള്ളം ഇല്ലായിരുന്നു പറഞ്ഞ് അവിടെ കൗൺസിലറിന്റെ കൂടെ വഴക്കൂടി. അപ്പൊ അവിടെ ഇപ്പം കറക്റ്റാ വെള്ളമുണ്ട്. ഇപ്പൊ ഇവിടെ വെള്ളമില്ല. ഒരു ഏരിയയിൽ കിട്ടുമ്പോൾ മറ്റേ ഏരിയയിൽ കിട്ടാതെ വരുന്ന അവസ്ഥയും കൂടിയാണല്ലേ ഇവിടെ. ഈ കുടിവെള്ള പ്രശ്നത്തിന് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നാണ് VMTVക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.